ഇന്ന് രാവിലെയാണ് കേരളത്തെ ഞെട്ടിച്ച് കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. തുടർന്ന് നിമിഷനേരം കൊണ്ട് പോലീസും നാട്ടുകാരും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ ഇടപെടൽ കാരണം പ്രതിയെ പിടികൂടുകയും ചെയ്തു. ഒറ്റക്കൈയുള്ള ഗോവിന്ദച്ചാമിക്ക് ഇതൊക്കെ സാധിക്കുമോ? പോലീസിന് സംശയമില്ല. മെരുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുറ്റവാളിയാണ് ഇയാൾ. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് ഗോവിന്ദച്ചാമി. 3-4 പോലീസുകാർ പിടിച്ചാൽ പോലും വരുതിയിലാക്കാൻ പെടാപ്പാട്. ഇപ്പോഴിതാ ജയിൽ ചാടാൻ ഗോവിന്ദച്ചാമിക്ക് പരസഹായം വല്ലതും ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ് പരക്കുന്നത്. വലിയൊരു വടം കെട്ടിയാണ് 7.5 മീറ്റർ നീളമുള്ള മതിൽ ചാടിയിരിക്കുന്നത്. പരസഹായമില്ലാതെ എങ്ങനെയാണ് വടം എറിഞ്ഞ് പുറത്തുനിന്ന് മറ്റൊരാൾ പിടിക്കാതെ ഈ കൊടും കുറ്റവാളിക്ക് ചാടാൻ സാധിച്ചത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്തായാലും കണ്ണൂർ ജയിലിലെ അതീവ സുരക്ഷാ സെല്ലിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം നാടകമാണെന്നാണ് പോലീസിന് ലഭ്യമാകുന്ന സൂചന. തന്നെ പോലീസ് പിടികൂടുമെന്ന് അറിയാമായിരുന്നുവെന്നും ജയിൽ ചാടിയാൽ മാറ്റുമെന്ന് ജയിലിനകത്തെ ഒരാൾ പറഞ്ഞു തന്നുവെന്നാണ് മൊഴി. ഗോവിന്ദച്ചാമിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിയ്യൂർ ജയിലിലേക്ക് ഗോവിന്ദച്ചാമിയെ മാറ്റുമെന്നാണ് സൂചന. വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാൻ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് കണ്ണൂരിൽ ഇന്ന് അരങ്ങേറിയത്. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ഒടുവിലാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതെന്നാണ് വിവരം. ഇതിന് ജയിലിനകത്തു നിന്നും സഹായം ലഭിച്ചുവെന്ന് ആരോപണം ഉയർന്നുവെങ്കിലും ഇതുവരെ തെളിവൊന്നും ലഭിച്ചിട്ടില്ല. 1 മാസത്തോളം നീണ്ട ആസൂത്രണങ്ങൾക്ക് ശേഷമാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാട്ടം നടപ്പിലാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. ജയിൽ ചാട്ടത്തിനായി അഴികൾക്കിടയിലൂടെ പുറത്തു പോകുന്നതിനായി തന്റെ ശരീരഭാരം കുറയ്ക്കുന്നതും ജയിൽ അഴികൾ അറുത്തുമാറ്റുന്നതും ഉൾപ്പെടെ നീണ്ട പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ഗോവിന്ദച്ചാമി വിദഗ്ധമായി തന്നെ നടപ്പിലാക്കി. കൊടും കുറ്റവാളികളെയും മാനസിക പ്രശ്നം ഉള്ളവരെയും പാർപ്പിക്കുന്ന അതീവ സുരക്ഷയുള്ള 10-ാം ബ്ലോക്കിലാണ് ഗോവിന്ദച്ചാമി അടക്കമുള്ള കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി മാനസിക നില തെറ്റിയെന്ന നിലയിലായിരുന്നു ഗോവിന്ദച്ചാമിയുടെ പെരുമാറ്റമെന്നാണ് ജയിൽ വാർഡന്മാർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഇയാൾ തന്റെ വിസർജ്യം ജയിൽ വാർഡന്മാർക്ക് നേരെ എറിയുന്ന തരം പ്രവർത്തികളും ചെയ്തിരുന്നു. ഇതെല്ലാം നാളുകളായി ജയിൽ ചാട്ടത്തിനായി ഗോവിന്ദച്ചാമി എടുത്തിരുന്ന തയ്യാറെടുപ്പുകളാണെന്നാണ് കരുതുന്നത്. 10-ാം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമില്ലാത്ത അവസ്ഥയടക്കം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഗോവിന്ദച്ചാമി നിരീക്ഷിച്ചിരുന്നു. ഏതാനും മാസങ്ങളായി ഗോവിന്ദച്ചാമി ഭാരം കുറയ്ക്കുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു. നേരത്തെ ബിരിയാണിക്ക് വേണ്ടി വാശി പിടിച്ചിരുന്ന ഗോവിന്ദച്ചാമി കുറെ നാളായി ചോറ് കഴിക്കുന്നത് നിർത്തിയിരുന്നു. പകരം ചപ്പാത്തി മാത്രമാണ് കഴിച്ചിരുന്നത്. ഉച്ചയ്ക്ക് നൽകുന്ന ചോറ് കുറ്റവാളികൾ മുഴുവൻ കഴിക്കണമെന്നാണ് ജയിൽ ചട്ടം. ഈ പ്രശ്നം മറികടക്കാനാണ് തനിക്ക് ചോറ് വേണ്ടെന്ന് ജയിൽ ഡോക്ടറിൽ നിന്നും ഇയാൾ പ്രത്യേകം കുറിപ്പ് വാങ്ങിയത്. തുടർന്ന് ഇയാൾക്ക് ഭക്ഷണം ചപ്പാത്തി മാത്രമാക്കിയിരുന്നു. ഏതാനും മാസങ്ങൾ ചപ്പാത്തി കഴിച്ചതിനെ തുടർന്ന് ഗോവിന്ദച്ചാമിയുടെ ഭാരം നന്നായി കുറയുകയും ചെയ്തു. ഇതിനൊപ്പം രാവിലെയും വൈകുന്നേരവും അതികഠിനമായ വ്യായാമങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടിരുന്നു. ശരീരം ശോഷിച്ച ഗോവിന്ദച്ചാമി തന്റെ സെല്ലിലെ കമ്പി മുറിച്ചാണ് പുറത്തു വന്നത്. കമ്പി മുറിക്കാനായി ഇയാൾ ഒരു ഹാക്സോ ബ്ലേഡിന്റെ ഭാഗവും സംഘടിപ്പിച്ചു. കമ്പി എളുപ്പം തുരുമ്പിക്കാനായി ഇയാൾ ഉപ്പും ഉപയോഗിച്ചു. പുറത്തുനിന്നും നോക്കിയാൽ മനസ്സിലാകാത്ത വിധവും എളുപ്പം അടർത്തിയെടുക്കാവുന്ന രീതിയിലുമാണ് ജനാലക്കമ്പികൾ ഇയാൾ മുറിച്ചു വച്ചിരുന്നത്. മുറിച്ച വശത്തു കൂടി പുറത്തിറങ്ങാൻ ഇയാൾ പരിശീലനവും നടത്തിയിരിക്കാമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്.